ഇപ്പോൾ ഈ കൂരിയാട്ടത്തെ പ്രശ്നമാണ്, അത് പരിഹരിക്കണമെങ്കിൽ ഏറെ സമയമെടുക്കുമെന്ന് കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. മറ്റു പലയിടങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ. കേരളത്തിലെ സംബന്ധിച്ച് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനികൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത്? ഇന്ന് നടക്കുന്ന ഈ കൂടിക്കാഴ്ചയുടെ ഒരു പ്രതിഫലനം വേഗത്തിൽ ഈ നിർമ്മാണ പ്രവർത്തികൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ അവിടെ? തീർച്ചയായും അതെ. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരുവനന്തപുരത്തെ എല്ലാ പ്രൊജക്ട് ഡയറക്ടർമാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ദേശീയപാത അതോറിറ്റി ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടന്നു. ഒരു ഭാഗത്ത് ബാക്കി നിർമ്മാണത്തിന് അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുക, അതോടൊപ്പം തന്നെ കൂരിയാട് ഉൾപ്പെടെയുള്ള പൊട്ടിയ ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആനുപാതികമായി അല്ലെങ്കിൽ അതിനനുസരിച്ച് അവിടെയും ചെയ്യുക. ഒരുപക്ഷെ ഇത് സംബന്ധിച്ചൊരു സമയക്ലിപ്തതയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഈ കൂരിയാട് എന്ന് പറയുന്ന സ്ഥലം പുതുക്കി പണിയുന്നതിന് വേണ്ടി ഏതാണ്ട് 1 വർഷത്തിലധികം കാലതാമസം എടുത്തേക്കാം. പക്ഷേ അതവിടെ നടക്കുമ്പോഴും മറ്റ് സ്ഥലങ്ങളിലെ പണി പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് വെക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പരമാവധി വേഗത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നതാണ് പരമപ്രധാനമായ കാര്യം. കാരണം കഴിഞ്ഞ 2 വർഷത്തിലധികമായി കേരളത്തിലെ ജനങ്ങൾ അങ്ങോളം ഇങ്ങോളം ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. ആ ദുരിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനുമെതിരെ അതൊരു വലിയ രീതിയിലുള്ള ക്യാമ്പയിനായി മാറും. പ്രതിപക്ഷ സംഘടന ഉൾപ്പെടെ അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി ഏതെങ്കിലും സ്ഥലത്തെ ഇത്തരത്തിൽ ഡിസൈനിൽ ഉൾപ്പെടെയോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെയോ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെയോ മാറ്റം വേണമെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ നിർദ്ദേശിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ഒരേ സമയത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പല ആംഗിളുകളിലുള്ള ഒരു പദ്ധതി ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിനനുകൂലമായ ഒരു തീരുമാനം കേന്ദ്രത്തിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡായാലും കണ്ണൂരിലായാലും ഈ പറയുന്ന കോഴിക്കോടും മലപ്പുറത്തായാലും എല്ലാം തന്നെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദേശീയപാത അതോറിറ്റിയുടെ വേഗത്തിൽ മടങ്ങിയപ്പോൾ